മെലസ്റ്റോമ പ്ലാന്റിൽ ഇതേപോലെ ഇലയുടെ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് നമുക്ക് ഇതിൽ ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തൈ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പോട്ടിലൊക്കെ വെച്ച് ഉണ്ടാക്കാതെ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചതായിക്കോട്ടെ നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ടു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ വലിയൊരു പോട്ടിൽ ഈ ഒരു പ്ലാന്റ് നട്ടതിന് ശേഷം നമുക്ക് 2-3 കൊല്ലമൊക്കെ നന്നായിട്ട് പൂക്കൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് മാറ്റി നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നട്ടു കൊടുക്കുക. അതിൻ്റെ റൂട്ടൊക്കെ കണ്ടോ ഒരുപാട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി കാലക്രമേണ നമ്മൾ ഈ ഒരു പോട്ടിൽ തന്നെ വെക്കുകയാണെങ്കിൽ അതിന്ന് മെല്ലെ മെല്ലെ ഈ ഒരു ചെടി മുരടിച്ചു വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത് അവിടെ നിന്ന് മാറ്റി നല്ലൊരു സ്ഥലത്തേക്ക് നടുക. നല്ല ഇളക്കമുള്ള മണ്ണുള്ള സ്ഥലത്ത് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചെടി നന്നായിട്ട് വളരും. അപ്പോൾ നമുക്കൊരു 2 അടി താഴ്ചയിലുള്ള ഒരു കുഴിയെടുത്ത് ഒരു 1.5 അടി വിസ്തീർണത്തിൽ കുഴിയെടുത്തിട്ട് ചാണകപ്പൊടി നമുക്കൊരു അരക്കൊട്ടയൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് മേൽമണ്ണ് കൂടിയും കുറച്ച് ഇട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് കൊത്തി എടുക്കുക. അതിന് ശേഷം വേണം ഈ ഒരു ചെടി ഈ കുഴിയിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. കുഴിയിലേക്ക് നമ്മൾ കട്ടയും കല്ലോ ഉള്ള മണ്ണ് ഇടാതെ നമ്മൾ നല്ല പൊടിയായതോ അല്ലെങ്കിൽ നമ്മളെ കമ്പോസ്റ്റുകളോ ചകിരിച്ചോറോ ഒക്കെ ചേർത്ത് ആ ഒരു ബാക്കി ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കാമെങ്കിലും നന്നായിട്ട് പെട്ടെന്ന് ഈ ചെടി മൊട്ടിടാനും അതേപോലെ തന്നെ മുരടിപ്പൊക്കെ മാറി നന്നായിട്ട് വളരാനും തുടങ്ങും. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇതിന് കൂടുതൽ റൂട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ മുരടിപ്പിക്കിലേക്ക് മാറാനും ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല തുറസമായ സ്ഥലത്ത് നട്ടാലാണ് ഈ ചെടിയിൽ നന്നായിട്ട് പൂക്കൾ വരുള്ളൂ. അപ്പോൾ ഈ ഒരു ചെടിക്ക് മുരടിപ്പ് വന്ന് ഇല മഞ്ഞച്ച് പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതിന് നന്നായിട്ട് വേരോട്ടം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം നല്ല ഉണങ്ങി പൊടിഞ്ഞ മണ്ണുള്ള സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് ആദ്യം ഒന്ന് മണ്ണൊക്കെ ഒന്ന് കൊത്തി ഇളക്കിയിട്ടതിന് ശേഷം വേണം ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കാനായിട്ട്. എങ്കിലാണ് നമുക്ക് നന്നായിട്ട് റൂട്ടൊക്കെ നന്നായിട്ട് വരികയും ഇത് നന്നായിട്ട് ഈ ചെടിയിൽ നിറയെ പൂക്കളും കിട്ടുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാതിരിക്കാൻ ഇതേപോലെ നമ്മൾ സൈഡ് ഭാഗത്ത് മണ്ണ് കൊണ്ട് കൊത്തി പൊടിച്ച് നല്ലൊരു തടക്കൂടി എടുത്ത് കൊടുക്കാമെങ്കിൽ വേനൽക്കാലം ആവുന്ന സമയത്തൊക്കെ കൂടുതൽ വെള്ളം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ 1-2 ബക്കറ്റ് വെള്ളം ഒഴിച്ചാലും പുറത്തേക്ക് ഒഴുകി പോകാതെ ഈ ഒരു പ്ലാന്റിന് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂത്ത കമ്പുകൾ എടുക്കാതെ ഇളയ കമ്പുകൾ നോക്കി എടുത്ത് നമ്മൾ ചകിരിച്ചോറ് ഒരു കുപ്പിയിലെടുത്ത് ആ ഒരു കുപ്പിക്ക് അടിഭാഗത്തോ ഒക്കെ ഒരു ഓട്ട ഇട്ട് അല്ലെങ്കിൽ ചെറിയൊരു പോട്ടിൽ ചകിരിച്ചോറ് നിറച്ച് നമുക്ക് അതിൽ കുത്തി കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ കാണിച്ച തൈയൊക്കെ ഇതേപോലെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നട്ടതാണ് കേട്ടോ. വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്ലാന്റിൽ നിറച്ചും അടുക്കടുക്കായിട്ട് പൂക്കൾ വരാനായിട്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് എഴുതി ചോദിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കണ്ടൻറ്റും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.